കാസർഗോഡ് എണ്ണപ്പാറയിൽ ബലാത്സംഗത്തിനിരയായി 17-കാരി കൊല്ലപ്പെട്ട കേസ് CBIക്ക് വിടണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ റിമാൻഡിലായിരുന്ന പ്രതി ബിജു പൗലോസ് ജാമ്യത്തിൽ ഇറങ്ങിയതോടെയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത് വന്നത്. 2010 കാഞ്ഞങ്ങാട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിൽ പഠിക്കാനായി എത്തിയ 17-കാരിയായ ദളിത് പെൺകുട്ടിയെ കാണാതായിരുന്നു. അമ്പലത്തറ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും കേസന്വേഷിച്ചെങ്കിലും അന്വേഷണം എങ്ങും എത്തിയില്ല. സംസ്ഥാന ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതോടെ പെൺകുട്ടിയുടെ കുടുംബം നേരത്തെ സംശയം പ്രകടിപ്പിച്ചിരുന്ന ബിജു പൗലൂസിനെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കടപ്പുറത്ത് വെച്ച് 2011 ലഭിച്ച മൃതദേഹാവശിഷ്ടം കാണാതായ പെൺകുട്ടിയുടേതാണെന്നും കുട്ടിയുടെ കാലിലുണ്ടായിരുന്ന പാദസരം ബന്ധുവായ യുവതി തിരിച്ചറിഞ്ഞെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് വാദം. എന്നാൽ DNA പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് റിമാൻഡിലായിരുന്ന പ്രതി ബിജു പൗലൂസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ആരോപണ വിധേയരായ പാണത്തൂർ സ്വദേശിയായ വ്യവസായി, പ്രാദേശിക മാധ്യമപ്രവർത്തകൻ തുടങ്ങിയവരെ രക്ഷിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് ബിജു പൗലോസിന് ജാമ്യം ലഭിക്കാൻ കാരണമെന്നാണ് കേരള പട്ടിക ജനസമാജത്തിന്റെയും പെൺകുട്ടിയുടെ കുടുംബത്തിന്റെയും ആരോപണം. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം അവസാനിപ്പിച്ച് കേന്ദ്ര ഏജൻസിയായ CBIക്ക് ഈ അന്വേഷണം കൈമാറണമെന്ന് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വരുന്ന ദിവസം കോടതിയിൽ ഞങ്ങൾ വീണ്ടും ഇതേ ആവശ്യം ആവർത്തിക്കുക തന്നെ ചെയ്യും. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2012 കാണാതായ ദളിത് പെൺകുട്ടിയുടെ തിരോധാന കേസിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് കേരള പട്ടിക ജനസമാജം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.